ഇത്തവണ കഥ അരുവിപ്പുറത്തല്ല, അവിടെ നിന്ന് കുറച്ച് മാറിയാണ്. അവിടെ ഒരു വീട്ടിലെ പെൺകുട്ടി, തെയ്യക്കുട്ടി എന്നാണ് പേര്. അവൾക്ക് ആകെ എപ്പോഴും വേവലാതിയാണ്. എപ്പോഴും എന്തൊക്കെയോ പിറുപിറുത്തിരിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർ അവളെ ഒരു ചങ്ങല കൊണ്ട് ബന്ധിച്ചു. ആരോ പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ഗുരു അവിടെ തപസ് ചെയ്യുന്നു, അവിടെ കൊണ്ടുചെന്നാൽ ഇവളുടെ രോഗമൊക്കെ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ആടിയുലഞ്ഞ മുടിയിഴകൾക്കിടയിലൂടെ തിളയ്ക്കുന്ന കണ്ണുകൾ കൊണ്ട് ചുറ്റുപാടും നോക്കും. എന്നിട്ട് വികൃതമായിട്ട് തലയൊക്കെ ആട്ടും. കൈകാലുകൾ ബന്ധിച്ചിരിക്കുന്നതിനാൽ അവൾക്ക് ഓടാൻ പറ്റുന്നില്ല. ആശ്രമമുറ്റത്തെ ചാരുകസരയിൽ സ്വാമി ഇരിപ്പുണ്ട്. സ്വാമി ചോദിച്ചു എവിടുന്നാണെന്ന്. ഉടനെ യുവതിയുടെ പിതാവ് പറഞ്ഞു, വളരെയധികം ഭവതിയോടെയാണ് പറയുന്നത്, ചേറായിൽ നിന്നാണ് സ്വാമി. ഇവൾ എൻ്റെ മകളാണ്. കുറേ നാളായി ഇങ്ങനെയായിട്ട്. ഞങ്ങൾ മടുത്തു. ഇനിയൊരു മന്ത്രവും മരുന്നും ഒന്നും ബാക്കിയില്ല. അന്ന് വലിയ മാന്ത്രികനായ സൂര്യകാലടി മനയിലെ മാന്ത്രികൻ പറഞ്ഞു ഇവൾക്ക് ബാധയാണെന്ന്. ആ ആളും ഇവളെ കൈയൊഴിഞ്ഞു. ഇനി മറ്റൊരാശ്രയമില്ല, സ്വാമി തന്നെ ശരണം. സ്വാമി വളരെ കരുണാദ്രമായി ആ പെൺകുട്ടിയെ നോക്കി. അവൾക്ക് ആ നോട്ടം താങ്ങാൻ കഴിഞ്ഞില്ല. അവൾ കൺപോള താഴ്ത്തി. എന്തിനാണ് ഈ പാവത്തിനെ കെട്ടിയിരിക്കുന്നത്? അഴിച്ചുവിടാൻ പറഞ്ഞു. അയ്യോ സ്വാമി, അവൾ ഉപദ്രവിക്കും, അവൾ പിന്നെ ഓടും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ അവളെ സ്വാമിയുടെ ആഗ്രഹപ്രകാരം അവളെ ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞപ്പം അവളോട് ചോദിച്ചു, ഭയമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ് നീ ഭയക്കുന്നത്? ഇവിടെ നീയല്ലാതെ മറ്റൊന്നുമില്ല. ദൈവവും പിശാചും നിന്നിൽ നിന്ന് അന്യമല്ല. നീ എന്തിനെയാണോ സ്വീകരിക്കുന്നത് അതാണ് നിന്നിൽ വരുന്നത്. നീ ദൈവത്തെ മാത്രം സ്വീകരിക്കുക, മറ്റൊന്നും നിന്നെ ഭയപ്പെടുത്തുകയില്ല. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഭയം തോന്നിയാൽ പിന്നിൽ നിന്ന് ഒരു ചൂരൽ വീശുന്ന ശബ്ദം നീ കേൾക്കും. അത് നാമായിരിക്കും. നീ പിന്തിരിഞ്ഞ് നോക്കരുത്, ഭയപ്പെടുകയും അരുത്. ഇതെല്ലാം കണ്ട് അത്ഭുതത്തോടെ നിന്ന ബന്ധുക്കളോട് സ്വാമി പറയുകയാണ്, ഇവളിപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്, കൊണ്ടുപോയിക്കോളൂ. അവർ സ്വാമിയെ സാഷ്ടാംഗം നമിച്ച് സന്തോഷത്തോടെ മടങ്ങി. ദൈവത്തെ മാത്രം സ്വീകരിക്കാൻ സ്വാമി ഒഴിഞ്ഞത് തെയ്യക്കുട്ടിയിൽ പരിവർത്തനങ്ങൾ വരുത്തി. അവൾ ദൈവത്തെ സ്വീകരിക്കാനായി മനസ്സ് സ്വതന്ത്രമാക്കി വെച്ചു. അതാ അവിടെ പരമാത്മസ്വരൂപനായി ഗുരു വന്ന് നിറഞ്ഞു നിൽക്കുന്നു. ശ്രീനാരായണ ഗുരുസ്വാമി. അവൾ പരമ്പൊരുളിനെ ഗുരു സ്വരൂപത്തിൽ കണ്ടു ഭജിച്ചു. പിന്നീടുള്ള ജീവിതം വളരെയധികം ധന്യമായി തീർക്കുവാനായിട്ട് ആ കന്യകാരത്നത്തിന് കഴിഞ്ഞുവെന്നതാണ് വാസ്തവം.